നല്ല മണമൊക്കെ കൊടുത്ത് നമുക്ക് വിൽക്കുമ്പോൾ അവരുടെ കച്ചവടം നടക്കും. സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നൊക്കെ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മോക്കുരും പെട്ടെന്ന് ബ്രേക്കൗട്ടൊക്കെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സോപ്പാണ് ചൂസ് ചെയ്യേണ്ടത്? ഒരു ചാനലിൽ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഒരു സോപ്പിന്റെ കളറും അതിന്റെ മണമൊക്കെ കണ്ടിട്ടാണ് അത് നല്ല സോപ്പാണെന്ന് പറഞ്ഞ് മേടിക്കുന്നതെന്ന്. ഓരോരുത്തരുടെയും സേഫ്റ്റിക്കും നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഈ MNCs മൾട്ടിനാഷണൽ കമ്പനീസ് നമുക്ക് വിൽക്കുന്നത്. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ മാറ്റി വെച്ചാലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു സാധനമാണ് സോപ്പ്. നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, കുറേയധികം വീഡിയോസ് ഉണ്ട്. നാച്ചുറൽ സോപ്പ്, ഹെർബൽ സോപ്പ്, പ്യുവർ ആയുർവേദിക് സോപ്പ്. അന്നേരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും കുറച്ച് ആയുർവേദിക് സോപ്പിനെ പരിചയപ്പെടുത്താനല്ല നോക്കുന്നത്. പകരം ഈ വീഡിയോ ഇടുന്നവരൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഈ കെമിക്കൽ ഫ്രീ എന്ന് പറയുന്ന സോപ്പിൻ്റെ വില വരുന്നത് 120 രൂപ, 160, 200 രൂപയൊക്കെയാണ്. നാച്ചുറൽ സോപ്പ് എന്ന് പറയുന്ന എർത്തി സോപ്പിൻ്റെ അതേ 100 ഗ്രാമിൻ്റെ വില വരുന്നത് 200 രൂപയാണ്. അതുപോലെ ഉർവിജയുടെ നീം ബേസിൽ സോപ്പിന് 75 ഗ്രാമിന്, നിങ്ങൾ ഓർക്കണം, 75 ഗ്രാമിന് വരുന്ന വില 120 രൂപയാണ്. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഈ വീഡിയോ കാണുന്നവരിൽ നമ്മൾ എത്ര പേര് ഈ സോപ്പ് മേടിച്ച് ഉപയോഗിക്കാറുണ്ട്? നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് കിട്ടുന്ന ലെക്സ്, പിയേഴ്സ്, ചന്ദ്രിക, മെഡിമിക്സ്, സിന്തോൾ ഇതുപോലുള്ള സോപ്പുകളാണ്, അല്ലാതെ നീം ബേസിൽ സോപ്പോ എർത്തി സോപ്പോ ഒന്നുമല്ല. ഇനി അതൊക്കെ പോട്ടെ, ഇനി ഒരു വട്ടം നിങ്ങൾ മേടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. മേടിച്ചെന്ന് വെച്ചാൽ തന്നെ നിങ്ങൾ എത്ര നാളത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്? ഇനി അങ്ങനല്ല, നിങ്ങൾ നാച്ചുറൽ സോപ്പ് തന്നെയാണ് സ്ഥിരം മേടിക്കുന്നത്, തീരുമ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇനി അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളേ അല്ല നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സോപ്പുകളിൽ ബെസ്റ്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ കെമിക്കൽസ് യൂസ് ചെയ്തിരിക്കുന്ന സോപ്പ് ഏതാണ്? നമ്മുടെ ബോഡിക്ക് അനുസരിച്ച്, നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർ ഉപയോഗിക്കേണ്ട സോപ്പ് ഏതാണ് എന്നൊക്കെ അനുസരിച്ച് നമ്മൾ അതിനെ 3 കാറ്റഗറിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ഓരോ സോപ്പ് എടുത്ത് അതിൽ എത്ര കെമിക്കൽസ് ഉണ്ടെന്നൊക്കെ നോക്കി സമയം കളയേണ്ട, കാരണം അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, നമ്മൾ എടുക്കുന്ന സോപ്പ് ടോയ്ലറ്റ് സോപ്പാണോ അതോ ബാത്തിങ് ബാർ ആണോ എന്നുള്ളത്. പിയേഴ്സും ഡോവും ഒക്കെ ബാത്തിങ് ബാർ കാറ്റഗറിയിലാണ് വരുന്നത്. അതേസമയം നമ്മുടെ ലെക്സ്, ഡെറ്റോള്, സിന്തോള് ഇതേപോലുള്ള സോപ്പുകളെല്ലാം വരുന്നത് ടോയ്ലറ്റ് സോപ്പിലാണ്. അന്നേരം ഇവരെ രണ്ടുപേരും എന്തോത്തിനാ 2 കാറ്റഗറിയിൽ ഇട്ടേക്കുന്നത്? അന്നേരം ഇതിനുള്ള ഉത്തരം എല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ട്. അന്നേരം നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഓരോരുത്തരുടെയും സേഫ്റ്റിക്കും നമുക്ക് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഈ MNCs മൾട്ടിനാഷണൽ കമ്പനീസ് നമുക്ക് വിൽക്കുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്താൻ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു ഓർഗനൈസേഷനാണ് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അന്നേരം നമ്മുടെ സോപ്പിൻ്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ വേണ്ടി BIS ചില സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സോപ്പിൻ്റെ കാര്യത്തിൽ വേണ്ടി മാത്രമല്ല, എല്ലാ സാധനത്തിനും അവരുടെ ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അന്നേരം നമ്മുടെ സോപ്പിൻ്റെ ക്വാളിറ്റി പെട്ടെന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. അതനുസരിച്ച് നമ്മുടെ ഓരോ സോപ്പുകളെ 3 ഗ്രേഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എത്രത്തോളം TFM കൂടുതലാണോ അത്രത്തോളം നമ്മുടെ സോപ്പിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. ഒന്നും അറിയിട്ടുണ്ട്, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. അതായത് കഴിവതും ഗ്രേഡ് 1 സോപ്പ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതായത് TFM 76% മുതൽ മുകളിലോട്ടുള്ള സോപ്പുകളെയാണ് ഗ്രേഡ് 1 കാറ്റഗറിയിൽ വരുന്നത്. മിനിമം 70% എങ്കിലും TFM ഉള്ള സോപ്പുകളാണ് ഗ്രേഡ് 2 വരുന്നത്. അന്നേരം ഗ്രേഡിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അതിന് പകരം ഞാൻ തന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സോപ്പുകളൊക്കെ വെച്ചിട്ട് അതിനൊരു കാറ്റഗറി ആക്കി വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യമാണ്, പിയേഴ്സും ഡോവും ഒക്കെ ബാത്തിങ് ബാറിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ലെക്സ്, ലൈഫ് ബോയ്, ഡെറ്റോൾ ഇതേപോലുള്ള സോപ്പുകളൊക്കെ ടോയ്ലറ്റ് സോപ്പിലുമാണ് വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? TFM 60% താഴെയുള്ള സോപ്പുകളെ നമ്മുടെ BIS ബാത്തിങ് ബാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നൊക്കെ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മോക്കുരും പെട്ടെന്ന് ബ്രേക്കൗട്ടൊക്കെ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സോപ്പാണ് ചൂസ് ചെയ്യേണ്ടത്? അതിനുള്ള ഉത്തരവാണ്, നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള ബാത്തിങ് ബാറാണ്. അതായത് പിയേഴ്സ് പോലുള്ള സോപ്പുകൾ. പിയേഴ്സ് മാത്രമല്ല, നമ്മുടെ ഫിയാമ ഡീവൽസ് ഉണ്ട്, നമ്മുടെ ചന്ദ്രികയുടെ ഗ്ലിസറിൻ സോപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് നോക്കിയാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി സെൻസിറ്റീവ് സ്കിന്നൊന്നും അല്ല, നോർമൽ സ്കിന്നാണ്, നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട സോപ്പാണ് ഹയർ TFM ഉള്ള, കൂടുതൽ കളേഴ്സോ ഭയങ്കര മണമൊന്നും ഇല്ലാത്ത, കൂടുതൽ കോംപ്ലക്സ് ആയിട്ടൊക്കെ ഉള്ള കെമിക്കൽസ് ഒഴിവാക്കിയിട്ട് പ്ലാന്റും ലീഫ് എക്സ്ട്രാക്റ്റും ഒക്കെ ഉള്ള സോപ്പുകൾ നോക്കി മേടിക്കുക.
ഒരു ചാനലിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഒരു സോപ്പിന്റെ കളറും അതിന്റെ മണവും ഒക്കെ കണ്ടിട്ടാണ് അത് നല്ല സോപ്പാണെന്ന് പറഞ്ഞ് മേടിക്കുന്നതെന്ന്. പുള്ളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് രണ്ടും നോക്കാതെ സോപ്പിന്റെ ക്വാളിറ്റി നോക്കിയാണ് നമ്മൾ മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ മിനിമം വില വരുന്നത് 160 രൂപ 200 രൂപയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. കാരണം ഒരു കമ്പനിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അത് അവരുടെ ബിസിനസ്സാണ്, അവർക്ക് പൈസ കിട്ടിയാൽ മതി. കാരണം നല്ല ഔഷധങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെറിയ വിലയ്ക്ക് സോപ്പ് വിൽക്കാന്ന് വെച്ചാൽ അത് അവർക്ക് നഷ്ടമാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ചെറിയ വിലയ്ക്ക് നല്ല കളറും നല്ല മണമൊക്കെ കൊടുത്ത് നമുക്ക് വിൽക്കുമ്പോൾ അവരുടെ കച്ചവടം നടക്കും. ടോട്ടൽ ഫാറ്റി മാറ്റർ സ്കിന്നിന്റെ സോഫ്റ്റ്നെസ് നിലനിർത്തുന്നത് സോപ്പിലുള്ള ഉയർന്ന TFM ആണ്. TFM 76% മുകളിലുള്ള ഗ്രേഡ് 1 സോപ്പിന് മാത്രമേ നമ്മുടെ ചർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കൂ. നമ്മൾ ഒരു ബ്രാൻഡിന് എതിരല്ല. നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ കമ്പനീസും അവരുടെ പാക്കറ്റിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന TFMൻ്റെ അളവനുസരിച്ച് അവരെ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പോവുകയാണ്. വരുന്ന സോപ്പുകളാണ് ഡെറ്റോള്, മൈസൂർ സാൻഡൽ, ഹിമാലയ നീം ആൻഡ് ടെർമറിക് സോപ്പ്, ജോൺസൺ ബേബി സോപ്പ്, നിവ്യ, പാർക്ക് അവന്യൂ, സിന്തോള്. നമ്മുടെ ഗ്രേഡ് 2 വരുന്ന സോപ്പുകളാണ് ലെക്സ്, റെക്സോണ, സന്തൂർ, വിവൽ. ഇനി നമ്മുടെ ഗ്രേഡ് 3 സോപ്പുകളെ നോക്കാം. അതായത് 60% മുതലുള്ള TFM കണ്ടൻ്റ് ഉള്ള സോപ്പുകളിൽ വരുന്നതാണ് നമ്മുടെ ലൈഫ് ബോയ്, മെഡിമിക്സ്, ഹമാം, ചന്ദ്രിക. അതുപോലെ നമ്മുടെ ബാത്തിങ് ബാർ കാറ്റഗറിയിൽ മാർക്കറ്റ് ലീഡേഴ്സായ 2 സോപ്പുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഡോവും പിയേഴ്സും. അന്നേരം ഇതല്ല, നിങ്ങൾക്ക് നാച്ചുറൽ സോപ്പ് തന്നെ വേണം, ഒരു ചേഞ്ചിന് ഒരു വട്ടമെങ്കിലും ഉപയോഗിച്ച് നോക്കണം, ഇനി കൊള്ളാമെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ 2-3 നാച്ചുറൽ സോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ഏത് സോപ്പാണ് ചൂസ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിനെപ്പറ്റി കുറേ അധികം പഠിച്ചതിന് ശേഷമൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അന്നേരം അതാണ് കുറച്ച് ലാഗാവുന്നത്. അന്നേരം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.